കർത്താവ് വിശ്വസ്തനും കർത്താവ് ജീവനുള്ളവനും. ഹല്ലേലൂയ. തൻ്റെ പ്രിയപ്പെട്ടവരെ താൻ വിടുവിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ദൈവമാണ് എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. യേശു നമ്മളുടെ നടുവിൽ ഇന്ന് നിൽക്കുമ്പോൾ സ്തോത്രം, നമ്മളുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്. നമ്മളുടെ ഓരോ വിഷയങ്ങളുടെ മേലും എൻ്റെ കർത്താവ് ഉത്തരം അരുളാതെ പോകത്തില്ല. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ സ്തോത്രം, നമ്മളോട് കർത്താവ് തീർച്ചയായിട്ടും ഇടപെടും. ഇത് വലിയ ആഗ്രഹത്തോടെ ദൈവവചനത്തിൻ്റെ മുമ്പിലിരിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സ്തോത്രം, ബൈബിളിനകത്ത് എല്ലാത്തിനും മറുപടിയുണ്ട്. ബൈബിളിനകത്ത് കുടുംബജീവിതത്തിൻ്റെ മറുപടിയുണ്ട്, ആത്മീയ വർധനവിന് മറുപടിയുണ്ട്, മക്കൾക്ക് വേണ്ടി മറുപടിയുണ്ട്, തോൽവിയെ ജയമാക്കാൻ വേണ്ടി, പരാജയത്തിനെ ജയമാക്കാൻ വേണ്ടി മറുപടിയുണ്ട്. സകലത്തിനും എവ്രിതിങ് ഹാസ് എൻ ആൻസർ ഇൻ ദ ബൈബിൾ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വചനം ശ്രദ്ധിക്കാൻ പോകുമ്പോൾ കർത്താവിൻ്റെ വചനം ഐസിയ ചാപ്റ്റർ 44 അതിൻ്റെ വേഴ്സ് നമ്പർ 3 ഇങ്ങനെ പറയുന്നു. ഐസിയ 44 വേഴ്സ് 3, For I will pour out water to quench your thirst and to irrigate your parched lands. And I will pour out my spirit on your descendants and my blessing on your children. 4 പറയുന്നു, They will thrive like watered grass, like willows on a river bank. ഹല്ലേലൂയ. നമുക്കതൊന്ന് മലയാളത്തിൽ കേൾക്കാം. യെശയ്യാവിൻ്റെ 44-ന്റെ 3. വായിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും, നിന്റെ സന്തതിയുമേൽ എൻ്റെ ആത്മാവിനെ. അപ്പം വാഗ്ദത്തം ഇതാണ്, നിന്റെ സന്തതിയുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ പകരും. ഹല്ലേലൂയ. നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. വചനം ഇതാ. അപ്പം നമ്മൾ ശ്രദ്ധിക്കുന്ന വചനം അതാ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ബൈബിളിനകത്ത് ഒന്നിൽ അത് വരച്ച് അണ്ടർലൈൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിനകത്ത് അതിൻ്റെ റെഫറൻസ് എഴുതി വെക്കണം. സ്തോത്രം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ചില വചനങ്ങൾ. ഹല്ലേലൂയ. അപ്പോൾ യെശയ്യാവിൻ്റെ 44-3 പറയുന്നു, നിന്റെ മക്കളുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ. നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കും. അതിൻ്റെ അകത്ത് പറയുന്നത് വരണ്ട നിലത്തിനെ ഞാൻ നനപ്പിച്ചെടുക്കും. സ്തോത്രം. ഹല്ലേലൂയ. I will pour out water to quench your thirst. നിന്റെ ദാഹത്തിനെ മാറ്റാനായിട്ട് വെള്ളവും, ആൻഡ് ടു ഇറിഗേറ്റ് യുവർ പാർച്ച്ഡ് ഫീൽഡ്സ്. അല്ലെങ്കിൽ നിൻ്റെ ഉണങ്ങിക്കിടക്കുന്ന മേഖലകൾ, ഉണങ്ങിക്കിടക്കുന്ന മണ്ണ് അല്ലെങ്കിൽ ഉണങ്ങിക്കിടക്കുന്ന ഭൂമി ഞാനതിനെ തണുപ്പിക്കും, അതിനെ നനയ്ക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുമ്പം ഇത് കുഞ്ഞുങ്ങളൊക്കെ ലോകത്ത് ഭയങ്കര ഡിസ്ട്രാക്ഷൻസ് ഉള്ളൊരു ലോകത്താണ് വളരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചുറ്റിനും അവിശ്വാസികളും കൊണ്ട് നിറഞ്ഞിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചുറ്റിനും അവർ നിൽക്കുന്ന ഒരു കൾച്ചറുണ്ട്. നമ്മൾ വസിക്കുന്ന ദേശങ്ങൾ, നമ്മൾ ആയിരിക്കുന്ന സമൂഹങ്ങൾ, അവർക്കൊക്കെ ഒരു കൾച്ചറുണ്ട്, ഒരു രീതിയുണ്ട്. ആ രീതിക്കനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളും ജീവിക്കാനായിട്ട് ശ്രമിക്കും. നമ്മളെത്ര പറഞ്ഞാലും അവരെ അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. അവരത് ശ്രമിച്ചില്ലേലും അവരെ അതൊക്കെ സ്വാധീനിക്കും. പലവരുടെ വസ്ത്രധാരണം, പലവരുടെ പ്രാർത്ഥനാ രീതികൾ, പലവരുടെ സംസാരങ്ങൾ, സ്വഭാവങ്ങൾ, അവരൊക്കെ വരുന്ന സമൂഹങ്ങളിൽ നിന്നും ഒക്കെയുള്ള സംസാരങ്ങളും രീതികളും. പക്ഷേ വചനം നമ്മളോട് പറയുന്നത്, നമ്മൾ വേർതിരിക്കപ്പെട്ട ഒരു ജാതിയാണ്, നമ്മളൊരു രാജകീയ പുരോഹിത വർഗമാണ്, നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. ദൈവം നമ്മളെ വേർതിരിച്ച് മാറ്റിവെച്ചിരിക്കുക. വി ആർ കോൾഡ് ആൻഡ് വി ആർ സെപ്പറേറ്റഡ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ഹല്ലേലൂയ. നമ്മൾ വ്യത്യാസമുള്ളവരാണ്. അപ്പം നമ്മൾ വേർതിരിക്കപ്പെട്ട ഒരു ജീവിതം ജീവിക്കേണ്ട ആൾക്കാരാണ്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ജീവിക്കുന്നത് ഈ ലോകത്തിലെ അസാധാരണമായ ഇൻഫ്ലുവൻസസിൻ്റെ നടുവിലാണ്. അതും കൊള്ളാം, ഇതും കൊള്ളാം, ഇതും നടക്കും, അതും നടക്കും എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നത്. പക്ഷേ കർത്താവ് പറയുന്നത്, അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചില മേഖലകളിൽ ആത്മീയതയിൽ അവർ ഉണങ്ങി വരണ്ട് പോയെന്നിരിക്കാം. അവർ ചിലപ്പം ആത്മാവിൻ്റെ വിഷയങ്ങൾക്കകത്ത് അവർ ചിലപ്പം ശ്രദ്ധയില്ലാത്തവരായി പോയെന്നിരിക്കാം. ഹല്ലേലൂയ. അല്ലെങ്കിൽ പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു വാക്യമായത്. യെശയ്യാവിൻ്റെ 44-4 വാക്യങ്ങൾ. കർത്താവരോട് പറയണം, കർത്താവേ
എൻ്റെ കുഞ്ഞുങ്ങളുടെ അവരുടെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും മേഖല, അവരുടെ ഹൃദയത്തിനകത്ത് കർത്താവിന് വേണ്ടി ഏതെങ്കിലും ഒരു മേഖല അവരുടെ ഹൃദയത്തിനകത്ത് ഉണങ്ങിയിരിപ്പുണ്ടെങ്കിൽ, വരണ്ട നിലം പോലെ ഇരിപ്പുണ്ടെങ്കിൽ, അവർ പ്രതികരിക്കാത്ത വിധത്തിൽ അവരുടെ ജീവിതത്തിനകത്ത് അവരുടെ ഹൃദയം ഇരിപ്പുണ്ടെങ്കിൽ, കർത്താവെ, ഞാൻ ഈ വചനം കൊണ്ട് അവരെ അനുഗ്രഹിക്കുന്നു. നിൻ്റെ ആത്മാവിനെ എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ പകരണം കർത്താവേ. ഹല്ലേലൂയ. നിൻ്റെ ആത്മാവിനെ എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ പകർന്ന് അവരുടെ ഹൃദയത്തിനകത്ത് എവിടെയെങ്കിലും വരണ്ടുപോയ മേഖലയുണ്ടെങ്കിൽ, ദൈവത്തിനോട് പ്രതികരിക്കാൻ പറ്റാത്ത മേഖലയുണ്ടെങ്കിൽ, കർത്താവ് ഈ വാഗ്ദത്ത വചനം പ്രകാരം അവരുടെ മേലും അവരുടെ തലമുറകളുടെ മേലും കർത്താവെ ദൈവത്തിൻ്റെ ആത്മാവിനെ പകരണം. ഹല്ലേലൂയ. ഈ ആത്മാവിനെ പകർന്ന്, സ്തോത്രം, എൻ്റെ കുഞ്ഞുങ്ങൾ ദൈവത്തിനോട് പ്രതികരിക്കുന്നവരും ദൈവത്തിനു വേണ്ടി നനവുള്ളവരും ആയി തീരാൻ പ്രാർത്ഥിക്കുക. നനവുള്ളവരായി, ആത്മാവിൻ്റെ നനവ് അനുഭവിച്ചവരായി ജീവിക്കണം. സ്തോത്രം. ആത്മാവിൻ്റെ നനവ് അനുഭവിക്കുമ്പം തിരുവചനം അവിടെ പറയുന്നു, they will thrive like watered grass. ഹല്ലേലൂയ. വെള്ളം ഒഴിച്ച് നനച്ച പുല്ലിനെ പോലെ അവർ വളർന്നു വരും. they will be like willows on a river bank. ഹല്ലേലൂയ. നദീതീരത്ത് നിൽക്കുന്ന ആറ്റിൻ്റെ നടുവിൽ ആറ്റിൻ്റെ വശത്ത് നട്ട വൃക്ഷം പോലെ അവർ നല്ല ശക്തിയോടെ അവർ വളർന്നു വരിക മാത്രമല്ല, അവർ ബലത്തിൽ അവർ നിൽക്കാൻ സാധിക്കും അവർക്ക്. ഹല്ലേലൂയ. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. തിരുവചനം അവിടെ പറയുന്നു, നിൻ്റെ തലമുറയുടെ മേൽ ഞാൻ ഈ ആത്മാവിനെ അയക്കും, ഞാൻ അവരെ അനുഗ്രഹിക്കും. ആത്മാവ് അവരുടെ മേൽ വന്ന അവരുടെ ഹൃദയം നനവുള്ളതായി തീർന്നാൽ, കുഞ്ഞുങ്ങളുടെ ഹൃദയം കുഞ്ഞുങ്ങളുടെ ജീവിതം വരണ്ട അവസ്ഥ മാറിയാൽ, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവരുടെ വരൾച്ചയെ മാറ്റിയാൽ, അവരുടെ ഡ്രൈനെസ്സിനെ മാറ്റിയാൽ, സ്പിരിച്വൽ ഡ്രൈനെസ്സിനെ മാറ്റിയാൽ, അവരെല്ലാ വിധത്തിലും അവർ വർദ്ധിച്ചു വരും. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന് മഹത്വം. അടുത്തൊരു വാക്യം യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം വാക്യം. ജോവേൽ ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 28. അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ വൃതന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃതന്മാർ സ്വപ്നങ്ങൾ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. തിരുവചനം അവിടെ പറയുന്നത് 28-ാം വാക്യം പറയുന്നത്, I will pour out my spirit upon all people. എല്ലാ വ്യക്തികളുടെ മേലും, all people അല്ലെങ്കിൽ all flesh എന്ന് ചില ട്രാൻസ്ലേഷൻ പറയുന്നുണ്ട്. എല്ലാ ജഡത്തിൻ്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ ഒഴിക്കും. pour out my spirit. ഞാൻ എൻ്റെ ആത്മാവിനെ ഞാൻ കോരി ഒഴിക്കും. എന്തിനകത്തുനിന്ന്? ഒരു പാത്രത്തിനകത്തുനിന്ന് ഒഴിച്ചു വിടുന്നത് പോലെ ഞാൻ എൻ്റെ ആത്മാവിനെ ഞാൻ ഒഴുക്കി വിടും അവരുടെ മേലെ. ഹല്ലേലൂയ. എന്നിട്ട് പറയുക, നിൻ്റെ പുത്രന്മാരും പുത്രിമാരും, your sons and daughters will prophesy. ഇതൊരു വാഗ്ദത്തമാണ്. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ് നമ്മളുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കുമെന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. നിൻ്റെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്നിട്ട് അവിടെ 29-ാം വാക്യവും പറയുന്നത്, എൻ്റെ ആത്മാവിനെ അവരുടെ മേലയക്കും. പക്ഷേ ഇവിടെ വാക്കെന്താ? നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മളുടെ ആൺമക്കളുടെ മേലും പെൺമക്കളുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവിനെ പകർന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവാചകന്മാരായിത്തീരും. അപ്പം തിരുവചനത്തിനകത്ത് 1 പത്രോസിൻ്റെ ലേഖനത്തിനകത്ത് പറയുന്നുണ്ട്, നമ്മളെല്ലാവരും സ്തോത്രം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണ്. നമ്മൾ ഓരോരുത്തരും രാജകീയ പുരോഹിത വർഗമാണ്. നമ്മൾ പ്രവാചകന്മാരും ഒക്കെ. നമ്മളെക്കുറിച്ച് വചനം അത്ര ശക്തമായിട്ട് പറയുന്നുണ്ട് അല്ലേ? 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം പറയുന്നുണ്ട്. അപ്പം നമ്മളുടെ മേൽ പൗരോഹിത്യ ശുശ്രൂഷയുണ്ട്. നമ്മളൊക്കെ പ്രവാചകന്മാർ. നമ്മളെല്ലാം 5-fold മിനിസ്ട്രി കൈകാര്യം ചെയ്യുന്നവർ. എഫെസ്യരുടെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് 5-fold മിനിസ്ട്രി കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ എല്ലാ മിനിസ്ട്രീസും നമ്മൾ കൈകാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രവാചകന്മാരും നമ്മൾ പുരോഹിതന്മാരും നമ്മൾ സ്തോത്രം പ്രീസ്റ്റും എല്ലാ കാര്യങ്ങളും എല്ലാം നമ്മളുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുക അല്ലേ? അപ്പം ഇങ്ങനെ കർത്താവ് നമ്മളുടെ കയ്യിലെല്ലാം ഈ കൊരിന്ത്യരുടെ ലേഖനത്തിനകത്ത് പറയുന്ന എല്ലാ മിനിസ്ട്രിയും നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളപ്പോൾ സ്തോത്രം നമ്മൾക്ക് എല്ലാത്തിലും സാധ്യമാണ്.
അങ്ങനെയെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പകർന്ന് നമ്മുടെ കുഞ്ഞുങ്ങളും പ്രവചിക്കും. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവുമായിട്ട് പറ്റിച്ചേർന്നിരിക്കും. ഇന്ന് വിശ്വസിക്കണം. കുഞ്ഞുങ്ങളുടെ മേൽ പ്രാർത്ഥിക്കുമ്പം കർത്താവെ ഇങ്ങനെ പറയണം. കർത്താവെ, യോവേൽ പുസ്തകം 2:28 വചനം ഇങ്ങനെ പറയുന്നു, സകല ജഡത്തിൻ്റെ മേലും ആത്മാവിനെ പകരും. എൻ്റെ പുത്രനും എൻ്റെ പുത്രിയും പ്രവചിക്കും, എൻ്റെ പെൺമക്കളും എൻ്റെ ആൺമക്കളും പ്രവചിക്കും. അവരുടെ മേൽ കൈവച്ചിട്ട് ഈ വാഗ്ദത്ത വചനം റിലീസാക്കണം അവരുടെ മേൽ. ഹല്ലേലൂയ. അതിന് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കുന്നില്ല എങ്കിൽ, വിശ്വാസത്തിൽ വന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കുന്നില്ല എങ്കിൽ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ തിന്മ ശക്തികളും യേശുവിൻ്റെ നാമത്തിൽ അതിനെ നീക്കി മാറ്റണം. അതിൻ്റെ മേൽ പ്രാർത്ഥിച്ച് ജയമെടുത്ത് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ അന്ധകാര ശക്തികൾ, അവരെ തടസ്സപ്പെടുത്തുന്ന എല്ലാ തലങ്ങളും യേശുവിൻ്റെ നാമത്തിൽ പൊട്ടി മാറിപ്പോകാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആത്മാവിൽ നിറയണം. മാതാപിതാക്കൾ ആത്മാവിൽ നിറഞ്ഞവരായിരിക്കണം. ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് വചനമായ വാളെടുത്ത് ഹല്ലേലൂയ യേശുവിൻ്റെ നാമത്തിൽ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. സ്തോത്രം. വചനം പറയുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഭവനത്തിനകത്ത് പ്രവാചകന്മാരെ തപ്പിപ്പോകണ്ട. നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. സ്തോത്രം. കർത്താവെ, കുഞ്ഞുങ്ങൾ പ്രവചിക്കാതെ ഇരിക്കുന്ന അങ്ങനത്തെ ഒരു തടസ്സമുണ്ടെങ്കിൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ അത് നീങ്ങി മാറിപ്പോകട്ടെ. കർത്താവിന് മഹത്വം. യെശയ്യാവിൻ്റെ 59:21, ഐസയ ചാപ്റ്റർ 59 വേഴ്സ് നമ്പർ 21 തിരുവചനം ഇങ്ങനെ പറയുന്നു, and this is my covenant with them, says the Lord. My spirit will not leave them, and neither will these words I have given you. They will be on your lips and on the lips of your children and your children's children forever. I, the Lord, have spoken. കർത്താവ് ഇത്ര ഉറപ്പോടെ, ദൈവം എത്ര അത് ഉറപ്പ് പറഞ്ഞ് ഞാനാകുന്നവൻ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവം സംസാരിക്കുന്നത് നമുക്കതൊന്ന് മലയാളത്തിൽ നിന്ന് കേൾക്കാം. യെശയ്യാവിൻ്റെ 59:21, ഐസയ 59. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു. നിന്റെ മേലെ എന്ന് വെച്ചാൽ നമ്മളുടെ മേൽ, മാതാപിതാക്കളുടെ മേൽ ഉള്ള ആത്മാവ്, നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്ന് മുതൽ ഒരു നാളും വിട്ടുപോകും. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് ഉറപ്പ് പറയുക, ദൈവം നമ്മുടെ മേൽ പകർന്ന ആത്മാവ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ വന്നിട്ട് നമ്മൾ മാത്രമല്ല യേശുവിനെ ഘോഷിക്കുന്നത്, നമ്മളുടെ കുഞ്ഞുങ്ങളും അവരുടെ കുഞ്ഞുങ്ങളും അവരുടെ കുഞ്ഞുങ്ങളും യേശു കർത്താവിൻ്റെ നാമത്തെ ഘോഷിക്കും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ആരാധിച്ച് മുന്നേറുന്ന, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു കുടുംബത്തിനകത്ത് ഒരു മാതാപിതാക്കളുടെ മക്കള് അവരെ അന്യരുടെ ഇടയിൽ പോയി അന്യ ദൈവങ്ങളുടെ നാമം അവർ വിളിച്ചു പറയാൻ ഇടയാകത്തില്ല എന്ന് കർത്താവ് ഉറപ്പ് പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. അതിനെതിരായി നടക്കുന്നതെല്ലാം പിശാചിൻ്റെ വലിയ തന്ത്രങ്ങളും വലിയ പദ്ധതികളും. അതിനെതിരെ നിൽക്കണം. ഗോ അഗൈൻസ്റ്റ്, സ്റ്റാൻഡ് അഗൈൻസ്റ്റ് ദ ഫോഴ്സസ് ഓഫ് ഹല്ലേലൂയ ഓഫ് സ്പിരിച്വൽ ഡാർക്ക്നെസ്. എന്തിനാ ആ സ്പിരിച്വൽ ഡാർക്ക്നെസ്സിൻ്റെ എതിരെ നമ്മൾ മാതാപിതാക്കൾ നിൽക്കേണ്ടത്? വചനം പറയുന്നു, നമ്മളുടെ നാവിൻ്റെ മേൽ മാത്രമല്ല നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മേലും അവരുടെ കുഞ്ഞുങ്ങളുടെ മേലും അവരുടെ കുഞ്ഞുങ്ങളുടെ മേലും ഈ നാമം, യേശുവിൻ്റെ നാമം ഉയർത്തപ്പെട്ടുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അതിനെതിരായി വരുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ബ്രേക്ക് ചെയ്യുവാൻ, എല്ലാ അന്ധകാര ശക്തികളുടെ എതിർത്ത് നിൽക്കുവാൻ നമുക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട്. വചനം എടുക്കണം. ഹല്ലേലൂയ. ഇത് ഉറപ്പാണ്. കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഹല്ലേലൂയ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞിട്ട്, ഞാനിവിടെ എൻ്റെ പിള്ളേരുടെ പേര് പറയാറുണ്ട്. അല്ലെ, അതേപോലെ എന്നെ കേൾക്കുന്നവർ ഇവിടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറയണം, കർത്താവേ, എൻ്റെ മേൽ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞാൻ എൻ്റെ പിള്ളേരുടെ പേര് പറഞ്ഞിട്ട് പറയാറുണ്ട്, എൻ്റെ ആഞ്ചലയുടെയും എൻ്റെ ഇവായുടെയും മേൽ വന്ന് അവർ മാത്രമല്ല, പക്ഷെ അവരുടെ കുഞ്ഞുങ്ങളും അവരുടെ തലമുറകളും 1000 തലമുറകൾക്കപ്പുറം യേശുവിൻ്റെ നാമം മാത്രമേ ഘോഷിക്കാവൂ, യേശുവിനെ മാത്രമേ സേവിക്കാവൂ. ഹല്ലേലൂയ. അതിനെതിരായി വരുന്ന സകല അന്ധകാര ശക്തികളെയും ഞാൻ ചവിട്ടി
ചവിട്ടി അരച്ച് പുറത്താക്കുന്നു. അല്ലെ, നമുക്ക് പറയാൻ അധികാരമുണ്ട്. യേശു കർത്താവ് പറഞ്ഞ പാമ്പിനെയും തേളിനെയും ദുഷ്ടൻ്റെ സകല ബലത്തെയും നമുക്ക് അതിനെ എതിർത്ത് നിൽക്കുവാൻ, നമുക്കതിനെ ചവിട്ടിക്കളയുവാൻ നമുക്ക് അധികാരം തന്നിരിക്കുക. ട്രാമ്പിൾ അപ്പോൺ ലയൺസ് ആൻഡ് സർപ്പൻസ് ആൻഡ് അപ്പോൺ സ്കോർപ്പിയൻസ് ആൻഡ് എവറി ഫോഴ്സസ് ഓഫ് ഡാർക്ക്നെസ്, നമുക്കതിനെ ചവിട്ടുവാൻ നമുക്ക് അധികാരം തന്നിരിക്കുക. ഹല്ലേലൂയ, കർത്താവിന് മഹത്വം. പിശാച് നമ്മുടെ കാലിൻ്റെ അടിയിലാണ്. പക്ഷെ പിശാചിൻ്റെ തന്ത്രങ്ങൾ പലതും നമ്മളുടെ ചുറ്റിനും കാണാൻ സാധിക്കും. അതാ ഞാൻ പറഞ്ഞ, നമ്മളുടെ കുഞ്ഞുങ്ങളും നമ്മളും ജീവിക്കുന്ന ഒരു ലോകം ഒരുപാട് ഡിസ്ട്രാക്ഷൻസ്, അവരെ വലിച്ചെടുത്തുകൊണ്ട് പോകുവാൻ നിൽക്കുന്ന ഡിസ്ട്രാക്ഷൻസിൻ്റെ നടുവിലാണ്. പക്ഷെ നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ കരം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കണം, ഡെയിലി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പം എന്ത് അന്ധകാര ശക്തി ദൈവം നമ്മളെ മുൻപേ കാണിക്കും, മുന്നേറി കാണിക്കും. പക്ഷെ അതിനെ വെട്ടി വീഴ്ത്തുവാൻ നമുക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിളിച്ച് അങ്ങനെ തന്നെ പറയണം, കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങൾ വേറെ ദൈവങ്ങളെ സേവിക്കാൻ ഇടയാവല്ല, വേറെ വഴി അവർ പോകല്ല, അവർ യേശുവിനെ മാത്രമേ സേവിക്കാവൂ. യേശുവിൻ്റെ പാദപീഠത്തിൽ കിടക്കുന്നവരായിരിക്കണം. യേശുവിൻ്റെ നാമം അവരുടെ വായിൽ ഒരിക്കലും മാറില്ല. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 39-ാം വാക്യം. ഹല്ലേലൂയ. ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 39. ഹല്ലേലൂയ. പത്രോസ്, അപ്പോസ്തലൻ പത്രോസ്, ഹല്ലേലൂയ, അതിന് 38-ാം വാക്യം 37 തൊട്ട് വായിക്കാം. 37-ാം വാക്യത്തെ വേഴ്സ് നമ്പർ 37. അതിനകത്ത് പറയുമ്പം ഇങ്ങനെ പറയുന്നു, പത്രോസ് ഇറങ്ങി നിന്ന് ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞ് ഇറങ്ങി നിന്ന് ഇസ്രായേൽ ജനത്തിനോട് സംസാരിച്ചു. അവരോട് പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങളിതെല്ലാം കേൾക്കണം. അത് കേട്ടെല്ലാം കഴിഞ്ഞപ്പം സഹോദരന്മാരെന്ന് വെച്ചാൽ ഇസ്രായേലികൾ അവർ ചോദിച്ചു, അവരുടെ ഹൃദയത്തിനകത്ത് അപ്പോസ്തലൻ പത്രോസ് പറഞ്ഞ് വാക്കുകൾ അവരുടെ ഹൃദയത്തിനകത്ത് കുത്തിക്കയറി, അവർക്ക് കുത്തുണ്ടായി. എന്നിട്ട് അവർ ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? 38-ാം വാക്യത്തിനകത്ത് പത്രോസ് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണം, എന്നാൽ നിങ്ങളുടെ പാപങ്ങൾ കഴുകപ്പെടും. അപ്പം നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ യേശുവിലേക്ക് തിരിയണം. നിങ്ങൾ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ കാത്തു നോക്കി ഇരിക്കുവല്ല, 4 ആണ്ടും വരട്ടെ, 4 വർഷം കഴിയട്ടെ, ഞാൻ ഇനിയും ബോധ്യമാകട്ടെ എന്നൊന്നും അല്ലിരിക്കേണ്ടത്. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് പാപങ്ങളെല്ലാം കഴുകിക്കളയണം. എന്നിട്ട് പറയുവാണ്, അത് കഴിയുമ്പോൾ 4-ാമത്തെ ഒരു സംഭവം, അത് കഴിയുമ്പോൾ നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരും. ഇതൊരു ദാനമാണ്. 39-ാം വാക്യം പറയുക, ഈ പരിശുദ്ധാത്മാവായ ദാനം നിങ്ങൾക്കുള്ളതും നിങ്ങളുടെ തലമുറകൾക്കും ഉള്ളതാണ്. ഹല്ലേലൂയ, ജാതികൾക്ക് വരെയുള്ളതാണ്. പക്ഷെ ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, ഈ ദൈവത്തിൻ്റെ അപ്പം നമ്മൾ യേശുവിനെ വിശ്വസിച്ച് നമ്മൾ മാനസാന്തരപ്പെട്ട് നമ്മൾ ആത്മാവിലും സത്യത്തിലും വചനം കേട്ട് നമ്മൾ സ്നാനപ്പെട്ട് നമ്മുടെ പാപങ്ങൾ കഴുകപ്പെട്ട് കഴിയുമ്പം നമ്മൾ ആത്മാവിനാൽ നിറയപ്പെടും. നമ്മൾ ആത്മാവിനാൽ നിറയപ്പെടുമ്പം ഈ അഭിഷേകം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത്, നമ്മളിലൂടെ ഒഴുകി നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് വന്ന് വീഴും. ഹല്ലേലൂയ, അത് വീഴണം. ദൈവത്തിൽ നിന്ന് ആത്മാവിൻ്റെ അഭിഷേകം നമ്മൾ പ്രാപിച്ച് നമ്മളിൽ നിന്ന് ഈ ആത്മാവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കകത്തേക്ക് ഒഴുകിയേ പറ്റൂ. ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, ഇത് ദൈവത്തിൻ്റെ പ്രോമിസാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം, കർത്താവേ, എന്നിൽ കവിഞ്ഞൊഴുകുന്ന ആത്മാവ് എൻ്റെ കുഞ്ഞുങ്ങളുടെ അകത്തേക്ക് ദാനമായി കയറുക മാത്രമല്ല, തിരുവചനത്തിന് അവിടെ പറയുന്നു, അപ്പോസ്തലൻ പത്രോസ് ആത്മാവിൽ നിറഞ്ഞ് സംസാരിച്ചപ്പോൾ കേട്ടു നിന്നവരുടെ ഹൃദയത്തിനകത്ത് അവർക്ക് കുത്തുണ്ടായി. കേട്ടു നിന്നവരുടെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് മെല്ലെ മന്ത്രിച്ചു. അല്ലെ, നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം, കർത്താവേ, ഈ ലോകത്തിൻ്റെ നടുവിൽ എൻ്റെ കുഞ്ഞുങ്ങൾ കിടക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ അവരുടെ പേര് പറഞ്ഞിട്ട് പറയണം, കർത്താവേ, പരിശുദ്ധാത്മാവ് മെല്ലെ മെല്ലെ അവരോട് സംസാരിക്കുന്നേ, അവരുടെ ഹൃദയത്തിനകത്ത് സംസാരിക്കുന്നേ, അവർക്ക് കേൾക്കാൻ ഇടയാവണം. അവർ കേൾക്കുക മാത്രമല്ല, അവരോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് അവർ പ്രതികരിക്കണം. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിൽ കിടക്കുന്ന ശബ്ദങ്ങളുടെ ഇടയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിനെ മിസ് ചെയ്ത് പോയേക്കാം. പരിശുദ്ധാത്മാവ് ബഹളം വെച്ച് സംസാരിക്കുന്നവനല്ല, ഒച്ചത്തിൽ ശബ്ദമെടുത്ത് സംസാരിക്കുകയല്ല. പക്ഷെ പരിശുദ്ധാത്മാവ് മെല്ലെ മെല്ലെ, ഹീസ് എ ജെന്റിൽമാൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇടപെടുന്നത്
നമുക്ക് ലോകത്തിൻ്റെ ശബ്ദങ്ങളുടെ ഇടയിൽ മിസ്സായി പോയെന്നിരിക്കും. നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം: പൊന്നു കർത്താവേ, യേശുവേ, എൻ്റെ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവ് അവരോട് ഇടപെടുന്നത് അവരുടെ ഹൃദയത്തിൽ അവർക്ക് ആ ശബ്ദം കേൾക്കാൻ ഇടയാവണം. അവർ കേൾക്കുക മാത്രമല്ല, അവർ ദൈവത്തിൻ്റെ ശബ്ദത്തിനോട് അവർ പ്രതികരിക്കണം. ഹല്ലേലൂയ. നമ്മൾ കേട്ട 4 വാക്യങ്ങൾ, ഒരുപാട് വാക്യങ്ങളുണ്ട്. പക്ഷേ തിരുവചനം പറഞ്ഞത്, നമ്മളിന്ന് നോക്കിയ വാക്യങ്ങളെല്ലാം, സ്തോത്രം, നമ്മളുടെ കുഞ്ഞുങ്ങളും നമ്മുടെ മേലും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലും, അവരുടെ കുഞ്ഞുങ്ങളുടെ മേലും, അവരുടെ കൊച്ചുമക്കളുടെ മേലും പകരപ്പെടുന്ന ആത്മാവ് ഞാൻ ദൈവം ഉറപ്പ് തന്നിരിക്കുക. നമ്മുടെ തലമുറയും തലമുറയുടെ തലമുറയും തലമുറയുടെ തലമുറയും യേശുവിനെ സേവിക്കും. ഉറപ്പാ, ഞാൻ പറയാം, 1000 തലമുറകൾക്കപ്പുറം സേവിക്കും. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നമ്മുടെ തലമുറകൾക്കകത്തിട്ട് കൊടുക്കുന്ന വിത്ത്. ദേ ആർ സീഡ്സ് ദാറ്റ് വി ആർ പ്ലാന്റിങ് ഇൻ ടു അവർ ജനറേഷൻസ്. നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ വിത്തിട്ട് കൊടുക്കണം. ഈ വിത്ത് ഫലം കായ്ക്കും. തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ അന്യം തിന്നു പോകത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അന്യദേവന്മാരെ സേവിക്കത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ കർത്താവിൻ്റെ നാമം ഉയർത്തിപ്പിടിക്കും. നമ്മൾ കോട്ട കെട്ടണം, പ്രാർത്ഥിക്കണം, അവരുടെ മേൽ കൈവെക്കണം, അവരുടെ പേരുകൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. ഒച്ചത്തിൽ ശബ്ദമെടുത്ത് അന്തരീക്ഷം കേൾക്കുന്ന വിധത്തിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ, ഞാൻ അപ്പോസ്തല പ്രവൃത്തി 2:39 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 59:21 എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ തലമുറകൾ യേശുവിനെ അറിയട്ടെ, അവരുടെ ഹൃദയത്തിൽ യേശുവിൻ്റെ ശബ്ദം കേൾക്കാനിടയാവട്ടെ. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് ജയം നേടിയെടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ അന്യം തിന്നു പോകത്തില്ല. പിശാചിന് അവരെ കീഴ്പ്പെടുത്താൻ സാധിക്കത്തില്ല. അവരുടെ മേൽ കിടക്കുന്ന ആത്മാവ് ദൈവത്തിൻ്റെ ഗുപ്തനിധിയ ദൈവം അവരുടെ മേൽ നോട്ടം വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പ്രാർത്ഥന അവർക്കൊരു വലിയ കോട്ടമതിലായി തീരും. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, ജയം നമുക്ക് കർത്താവ് തരും. പ്രാർത്ഥിക്കുന്നവൻ്റെ കയ്യിൽ ദൈവം ജയം തരും. പ്രാർത്ഥിക്കുന്നവൻ്റെ കയ്യിൽ, ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണോ, പ്രാർത്ഥിക്കുന്ന ആ വ്യക്തിയുടെ കയ്യിൽ ദൈവം ആ വ്യക്തിയെ കൊണ്ട് കൊടുക്കും. ഹല്ലേലൂയ. തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അവകാശമാണ്. ഹല്ലേലൂയ. നമ്മൾ വേണം അവർക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന് ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കാൻ, പ്രാർത്ഥിക്കാൻ. We have to come against the forces of darkness and fight for our children. ഹല്ലേലൂയ. നമ്മൾ നിൽക്കുന്നത് യുദ്ധക്കളത്തിനകത്താണെങ്കിൽ യുദ്ധം വലുതാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കാനുള്ളതല്ല. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. നമുക്കൊന്ന് കരം ഉയർത്തി നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും കുഞ്ഞുങ്ങളെ, തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൊച്ചുമക്കളെ ഒക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം ഞങ്ങൾ റിലീസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുഞ്ഞുങ്ങൾ യേശുവിന് വേണ്ടി നിൽക്കുന്നവർ, ഈ ലോകത്തെ ഒരു ഡിസ്ട്രാക്ഷൻസും അവരെ വലിച്ചെടുത്തുകൊണ്ട് പോകത്തില്ല. ഈ ദിവസങ്ങളിൽ കർത്താവെ, ചില കുടുംബങ്ങൾക്കകത്ത്, കുഞ്ഞുങ്ങളുടെ അകത്ത് വലിയ മാറ്റങ്ങൾ കാണാൻ ഇടയാവണം. യേശുവിനെ സേവിക്കുന്നത് കാണാൻ ഇടയാവണം. യേശുവിൻ്റെ നാമം അവരുടെ വായിൽ ഉയരുന്നത് കേൾക്കാൻ ഇടയാവണം. അവരുടെ ഹൃദയം കൊണ്ട്, ആത്മാവും കൊണ്ട് യേശുവിന് വേണ്ടി കീഴ്പ്പെട്ടവരായി ജീവിക്കുന്നത് കാണാൻ ഇടയാവണം. ഞങ്ങൾ ഈ വചനങ്ങളാൽ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.